തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെ തിരുവമ്പാടി മണ്ഡലത്തിൽ മത്സരം ഇഞ്ചോടിഞ്ച്. അവസാന ലാപ്പിൽ കുടുംബയോഗങ്ങൾക്കും ന്യൂജൻ പ്രചരണ രീതികൾക്കുമാണ് മുന്നണികൾ പ്രാധാന്യം നൽകുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം ചൊവ്വാഴ്ച അവസാനിക്കാനിരിക്കെ തിരുവമ്പാടി മണ്ഡലത്തിൽ അവസാന ലാപ്പിലും ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നത്. വലിയ പൊതുയോഗങ്ങൾ ഒഴിവാക്കി കുടുംബയോഗങ്ങളും ന്യൂജൻ പ്രചരണ രീതികളുമായാണ് മുന്നണികൾ പ്രചരണരംഗത്ത് മുന്നേറുന്നത്. UDFനും LDFനും ജയിച്ചു കയറാൻ സാധ്യതയുള്ള മണ്ഡലമായതിനാൽ പഴുതടച്ച പ്രചരണത്തിന് തിരുവമ്പാടിയിൽ പ്രാധാന്യമേറെയുണ്ട്. ക്രൈസ്തവ സഭ, കാന്തപുരം AP വിഭാഗം, വെൽഫെയർ പാർട്ടി, സ്വതന്ത്ര കർഷക സംഘടനകൾ തുടങ്ങിയ ഫാക്റ്റുകൾ മണ്ഡലത്തിൽ നിർണായകമാവും. കാന്തപുരം വിഭാഗത്തിൻ്റെ പ്രധാന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നോഡൽ സിറ്റി മണ്ഡലത്തിലെ കൈതപ്പൊയിലാണ്. കാന്തപുരം വിഭാഗവുമായി ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികൾ നിരന്തരം ബന്ധം പുലർത്തുന്നുമുണ്ട്. എന്നാൽ ഈ വിഭാഗം നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. ക്രൈസ്തവ സഭയുടെ ആസ്ഥാനമായ ബിഷപ്പ് ഹൗസ് കൊടുവള്ളി മണ്ഡലത്തിലെ താമരശ്ശേരിയിലാണെങ്കിലും തിരുവമ്പാടിയിലാണ് സഭയുടെ പ്രവർത്തന മേഖല. ഈ സാഹചര്യത്തിലാണ് തിരുവമ്പാടിയിലെ മുന്നണി സ്ഥാനാർത്ഥി നിർണയങ്ങളിൽ ക്രൈസ്തവ സഭ ഇടപെടൽ പലപ്പോഴും ഉണ്ടാവാറുമുണ്ട്. UDF സ്ഥാനാർത്ഥി CK കാസിമും ഇടത് സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫും ഒരുപോലെ താമരശ്ശേരി ബിഷപ്പ് മാർ റമിജിയോസ് ഇഞ്ചനാനിയലുമായി നിരന്തരമായി ബന്ധപ്പെടുകയും പിന്തുണ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വെൽഫെയർ പാർട്ടിക്ക് മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ളതിനാൽ അവരുടെ പിന്തുണ സഹായകരമാകുമെന്ന് UDF കരുതുന്നു. മണ്ഡലത്തിൽ STPIക്ക് സ്ഥാനാർത്ഥിയില്ല. അവർ ആരെ പിന്തുണയ്ക്കുമെന്നതും നിർണായകമാണ്. സംസ്ഥാനത്ത് കാര്യമായ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് തിരുവമ്പാടി മണ്ഡലത്തിലും പ്രതിഫലിച്ചേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇടതുമുന്നണിക്കായി RJD നേതാവ് തേജസ്വി യാദവ്, CPM MP ജോൺ ബ്രിട്ടാസ്, UDFനായി PK കുഞ്ഞാലിക്കുട്ടി, മറിയ ഉമ്മൻ, MK രാഘവൻ MP തുടങ്ങിയവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരണത്തിനെത്തിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ പുതുപ്പാടിയിൽ ഷാഫി പറമ്പിലും റോഡ് ഷോയിൽ പങ്കെടുക്കും. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.